കഴിഞ്ഞ കുറച്ചു നാളുകളായി അന്താരാഷ്ട്ര മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയൊക്കെ വളരെ പ്രാധാന്യത്തോടെ നൽകുന്ന ഒരു വാർത്തയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാൻ അമേരിക്കൻ ചാരസംഘടനയായ CIA ശ്രമിച്ചു എന്നുള്ളത്. തെളിവായി ധാക്കയിലെ ഒരു ഹോട്ടലിൽ ഒരു അമേരിക്കൻ സീക്രട്ട് ഏജന്റിനെ വധിച്ച കാര്യമടക്കം അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇന്ത്യയിലെ ചില പ്രധാന മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓഗസ്റ്റ് മാസം 31-നാണ് ധാക്കയിലെ പ്രധാനപ്പെട്ട ആഡംബര ഹോട്ടലായ വെസ്റ്റിൻ എന്ന ഹോട്ടലിന്റെ 102-ാം മുറിയിൽ ടെറൻ ജാക്സൺ എന്ന് പറയുന്ന അമേരിക്കയുടെ സ്പെഷ്യൽ ഫോഴ്സിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടത്. ഈ ടെറൻ ജാക്സൺ കുറച്ചധികം നാളുകളായി ധാക്ക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു. അമേരിക്കയുടെ സ്പെഷ്യൽ ഫോഴ്സിൽ നിന്ന് CIA ഡെപ്യൂട്ടേഷനിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ടെറൻ ജാക്സൺ എന്ന് പിന്നീട് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തി. എന്നാൽ ടെറൻ ജാക്സൺ ധാക്കയിൽ എന്തിനാണ് വന്നത് എന്നത് സംബന്ധിച്ച് ഒരു ദുരൂഹത ഇപ്പോഴും അവശേഷിക്കുന്നു. ചില ബിസിനസ് ആവശ്യങ്ങൾക്കാണ് ടെറൻ ജാക്സൺ ധാക്കയിൽ എത്തിയത് എന്നുള്ള വിവരമാണ് അന്ന് ബംഗ്ലാദേശ് പോലീസിന് തന്നെ ലഭിച്ചിരുന്നത്. എന്നാൽ 31-ാം തീയതി രാത്രിയോടുകൂടി ടെറൻ ജാക്സൺ ആ ഹോട്ടൽ മുറിയിൽ കൊല്ലപ്പെടുകയായിരുന്നു. പൊളോണിയം എന്ന ഒരു വിഷദ്രാവകം ഉള്ളിൽ ചെന്നാണ് ടെറൻ ജാക്സൺ കൊല്ലപ്പെട്ടത്. പൊളോണിയം എന്നത് റഷ്യയുടെ ചാരസംഘടന അവരുടെ ശത്രുക്കളെ കൊലപ്പെടുത്താൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട അവരുടെ ഒരു വിഷദ്രാവകമാണ്. ആ പൊളോണിയമാണ് ടെറൻ ജാക്സൺ എന്ന് പറയുന്ന അമേരിക്കയുടെ CIA ചാരന്റെ മരണത്തിന് കാരണമായത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഇതാ ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അന്വേഷണത്തിൽ ഏകദേശം 12ഓളം അമേരിക്കൻ CIA ചാരന്മാർ ധാക്കയിലെ വിവിധ സ്ഥലങ്ങളിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ടെറൻ ജാക്സൺ മാത്രമല്ല, ടെറൻ ജാക്സനൊപ്പം മറ്റ് നിരവധി CIA ചാരന്മാരും ധാക്കയിൽ ഉണ്ടായിരുന്നു. തൊട്ടടുത്ത ദിവസം ചൈനയിലെ ഷാങ്ഹായിൽ ആരംഭിച്ച ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ എത്തുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു അവരുടെ ലക്ഷ്യമെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ നരേന്ദ്രമോദിയെ അപായപ്പെടുത്താനുള്ള ഈ നീക്കം ആദ്യം തിരിച്ചറിഞ്ഞത് റഷ്യയുടെ ചാരസംഘടനയായിരുന്നു. റഷ്യയുടെ ചാരസംഘടന ഈ വിവരം വ്ളാഡിമിർ പുടിനെ അറിയിക്കുന്നു. പുടിൻ ഇക്കാര്യം ചൈനയുടെ മേധാവി അറിയിക്കുന്നു, ചൈനയുടെ പ്രസിഡന്റിനെ അറിയിക്കുന്നു. തുടർന്ന് ചൈനീസ് ചാരന്മാർ ധാക്കയുടെ പരിസരങ്ങളിലേക്ക് നടത്തിയ അന്വേഷണത്തിൽ സംഭവം സത്യമാണെന്ന് ബോധ്യപ്പെടുന്നു. പിന്നാലെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം ഈ കാര്യം അറിയുന്നു. തുടർന്ന് ഇന്ത്യയുടെ അജ്ഞാതൻ, ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യയുടെ ചാരന്മാരും ചൈനീസ് ചാരന്മാരും ചേർന്ന് അതിവേഗം തന്നെ തിരിച്ചടി ആരംഭിക്കുന്നു. തുടർന്ന് ടെറൻ ജാക്സൺ 31-ാം തീയതി രാത്രി കൊല്ലപ്പെടുന്നു. പിന്നാലെ ധാക്കയുടെ വിവിധ മേഖലകളിൽ, വിവിധ സ്ഥലങ്ങളിൽ നിരവധി CIA ചാരന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുടനീളം പ്രചരിക്കുന്നത്. ഇത് കേവലം ഒരു കെട്ടുകഥയാവാൻ വഴിയില്ല. കാരണം ഇൻസ്റ്റഗ്രാം അടക്കമുള്ള നിരവധി സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ ഇതിന്റെ തെളിവുകളും ഇതിന്റെ സാഹചര്യ തെളിവുകളും വിശദീകരിച്ചുകൊണ്ടുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ടെറൻ ജാക്സൺ ആരായിരുന്നു? ടെറൻ ജാക്സൺ കൊല്ലപ്പെട്ടു എന്നത് യാഥാർത്ഥ്യമാണ്. വെസ്റ്റിൻ ഹോട്ടലിലാണ് കൊല്ലപ്പെട്ടത് ഓഗസ്റ്റ് മാസം 31-ന്. ടെറൻ ജാക്സൺ കൊല്ലപ്പെട്ടുവെങ്കിൽ ആ ടെറൻ ജാക്സന്റെ മൃതശരീരത്തെ ഒന്ന് തൊടാൻ പോലും ബംഗ്ലാദേശി പോലീസിനോ സൈന്യത്തിനോ കഴിഞ്ഞില്ല. ഉടനടി തന്നെ അമേരിക്കയുടെ സേനാ വിഭാഗവും CIA ഉദ്യോഗസ്ഥരും എത്തി ടെറൻ ജാക്സന്റെ മൃതശരീരം അവിടെ നിന്ന് അപ്രത്യക്ഷമാക്കുകയായിരുന്നു. എന്തിനാണ് ഈ ഒരു ദുരൂഹത അമേരിക്ക അവശേഷിപ്പിച്ചത്? എന്തുകൊണ്ടാണ് ബംഗ്ലാദേശ് എന്ന രാജ്യത്തിനുള്ളിൽ കൊല്ലപ്പെട്ട ഒരു വിദേശിയുടെ മരണത്തിന്റെ കാരണം പരിശോധിക്കാൻ ബംഗ്ലാദേശ് തയ്യാറാകാത്തത്? എന്തുകൊണ്ടാണ് ആ മൃതശരീരം നിയമപരമായ നടപടിക്രമങ്ങളിലൂടെ പോസ്റ്റ്മോർട്ടം നടത്തി അല്ലെങ്കിൽ നടപടിക്രമങ്ങളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാത്തത്? ഈ മൃതശരീരങ്ങളെ വേഗത്തിൽ അമേരിക്കയിലേക്ക് മാറ്റുന്നത് എന്തുകൊണ്ടായിരുന്നു എന്ന ചോദ്യങ്ങൾക്കൊന്നും തന്നെ ഇപ്പോൾ ഉത്തരം ലഭിക്കുന്നില്ല. ഇപ്പോൾ ഇത് ഏറ്റവും നിർണായകമായ ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. ടെറൻ ജാക്സൺ മാത്രമായിരുന്നില്ല മോദിയെ വധിക്കാനുള്ള ഗൂഢാലോചനയിൽ പങ്കെടുത്തത്. ടെറൻ ജാക്സനൊപ്പം വളരെയധികം ട്രെയിനിങ് ലഭിച്ച നിരവധി CIA ചാരന്മാർ കൂടി ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം നേതൃത്വത്തിലുള്ള ഒരു ആക്രമണമായിരുന്നു നരേന്ദ്രമോദിക്കെതിരെ നടത്താൻ ഉദ്ദേശിച്ചിരുന്നത്. നേരത്തെ ചില വാർത്തകൾ പുറത്തു വന്ന പ്രകാരമാണെങ്കിൽ ചൈനയിലെ ഷാങ്ഹായ് ഉച്ചകോടിക്കിടയിൽ നരേന്ദ്രമോദിയെ വധിക്കുകയും അതിന്റെ കുറ്റം
ചൈനയുടെ തലയിൽ കെട്ടിവയ്ക്കുകയുമായിരുന്നു ഈ ആക്രമണത്തിലൂടെ ലക്ഷ്യമിട്ടത്. അങ്ങനെ നിലവിൽ നല്ല രീതിയിൽ തുടരുന്ന ഇന്ത്യ ചൈന ബന്ധം ഉലയുകയും ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു യുദ്ധമോ പരസ്പര ആക്രമണമോ ഉണ്ടാവുകയും ചെയ്യുക. അങ്ങനെ ഇന്ത്യയുടെയും ചൈനയുടെയും സമാധാന അന്തരീക്ഷം തകർക്കുക. ഇതിലൂടെ നേട്ടം കൊയ്യാൻ ലക്ഷ്യമിട്ടത് അമേരിക്കയാണ്. അമേരിക്കയുടെ ചാരസംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യമമായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാനുള്ള ശ്രമമെന്ന് സോഷ്യൽ മീഡിയ വളരെ വ്യക്തമായി തന്നെ പറയുന്നു. കർമ്മയടക്കമുള്ള മാധ്യമങ്ങൾ ഇത് ആഴ്ചകൾക്ക് മുൻപ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ അതിനെക്കുറിച്ചുള്ള ചില നിർണായകമായ അപ്ഡേറ്റുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയാണ് പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും ലോകത്തെ തന്നെ ഞെട്ടിച്ച ഒരു ആക്രമണത്തിനുള്ള ഗൂഢാലോചനയാണ് നരേന്ദ്രമോദിക്കെതിരെ നടന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ, രാജ്യത്തിന്റെ തലയെടുപ്പുള്ള രാഷ്ട്രീയ നേതാവിനെ രക്ഷിച്ചത് റഷ്യയുടെയും ചൈനയുടെയും ചാരസംഘടനകളാണ്. ഇന്ത്യയുടെ ചാരസംഘടന തുടർ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ നിരവധി CIA ചാരന്മാരെ ഇന്ത്യയുടെ ചാരസംഘടന വധിച്ചു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ സംഭവത്തിന്റെ ആധികാരികത സംബന്ധിച്ച് ഇപ്പോഴും സംശയങ്ങളുണ്ട്. എത്രമാത്രം ഇത് സത്യമാണ് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും നമുക്കറിയില്ല. കാരണം ഇതൊക്കെ ഏറ്റവും അതീവ രഹസ്യമായ സംഭവങ്ങളാണ്. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പരിധിയിലുള്ളതാണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ വധിക്കാനുള്ള ഗൂഢാലോചനയെ സംബന്ധിച്ച ഏറ്റവും നിർണായകമായ വിവരങ്ങളൊന്നും തന്നെ ഒരു രാജ്യവും പുറത്തുവിടാറില്ല. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയെ വധിക്കാനുള്ള CIA ഗൂഢാലോചന സംബന്ധിച്ച് നമുക്ക് കിട്ടുന്ന ചില വിവരങ്ങൾ മാത്രമേ ഉള്ളൂ. സോഷ്യൽ മീഡിയയിലും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. എങ്കിലും ടെറൈൻ ജാക്സൺ അടക്കമുള്ള നിരവധി CIA ചാരന്മാരെ നരേന്ദ്രമോദിയെ ആക്രമിക്കാനായി CIA പറഞ്ഞു വിട്ടു എന്നുള്ള വാർത്തകൾ ഏറെക്കുറെ യാഥാർത്ഥ്യം തന്നെയാണ്.